ഓക്കെ ഇപ്പൊ ഹസ്ബൻഡ് അല്ല. ഓക്കെ ഇപ്പൊ ഹസ്ബൻഡ് അല്ല, ഒഴിവാക്കി. ഇപ്പൊ ഹസ്ബൻഡ് അല്ല, ഒഴിവാക്കി. ഓക്കെ അല്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇഷ്ടം പോലെ ആരാ അബുദാബിയിലുള്ളത്, അതന്നെ അവരുടെ എന്തോ ഒരു മറ്റുള്ള പേരെന്താണ്, മൊഞ്ചത്തിയുടെ ഹസ്ബൻഡ്, മൊഞ്ചത്തി 2 വർഷം കൂടി നിന്ന ഹസ്ബൻഡ് അബുദാബിയിലാണെന്ന് പറഞ്ഞിട്ട് നിന്നത്. അവര് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, ആ ചെക്കന്റെ വീഡിയോ പോലെ അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഓ അബുദാബി എന്ന് പറയുമ്പോ പേടിനെ വിശ്വാസിച്ച അതന്നെ സൈഫുക്ക അതന്നെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. ഓക്കെ ഫൈസറാസി അവളെ കുറ്റം പറയൂല എന്നാ ഫൈസറാസി പറഞ്ഞതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് അല്ലോ. പക്ഷെ ഒരു വ്യക്തിനെ നമ്മൾ എപ്പോഴും തേജോവധം ചെയ്യുന്നത് ശരിയല്ലല്ലോ. പല സുഹൃത്തുക്കളായിരിക്കുമ്പോൾ വിശ്വസിച്ച് പങ്കുവെക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതങ്ങനെയല്ല. നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഞാൻ അവരുമായിട്ട് തെറ്റാനോ പിടിക്കാനോ ആ സമയത്ത് നിന്നിട്ടില്ല. പക്ഷെ ലൈവിൽ വന്നിട്ട് അവരങ്ങനെ വന്നിട്ട് എന്തിന് ഇവൻ എന്നെ ബർത്ത്ഡേക്ക് എനിക്ക് എന്നെ ആരെങ്കിലും സംസാരിക്കാനോ ബർത്ത്ഡേക്ക് ആരെങ്കിലും ഒക്കെ കാണാൻ വേണ്ടിക്ക് വരും. ഒരു ഇപ്പോൾ ഓരോരോ ആൾക്കാർ ബർത്ത്ഡേന്റെ പരിപാടികൾ വെക്കുന്നുണ്ടല്ലോ, കാണാൻ വരുന്നില്ലേ? അപ്പോ വരാത്ത ആൾക്കാരെ കുറിച്ചിട്ട് പോലും ഇവര് വന്നിനി എന്ന് പറയുമ്പോ എനിക്കത് തെളിയിക്കണ്ടേ? ഓക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അവര് കാണിക്കട്ടെ. ഞാൻ ഓൾറെഡി ഇതിൽ തെളിവ് കാണിച്ചു, എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ തെളിവുകൾ കാണിച്ചു. ഇനി അവര് വന്നിട്ട് കാണിക്കട്ടെ. ഇതെല്ലാം അവളുടെ ഈ ചെറ്റത്തര. കാരണം നിങ്ങൾ ഇവിടെ നിന്നിട്ട് വളരെ മോശമായിട്ട് എന്നെ കുറിച്ച് ചിത്രീകരിക്കുന്ന സമയത്ത് ഞാൻ അത് ക്ലിയർ ആക്കി തരണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ക്ലിയർ ആക്കി തന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ എന്തിനേ ഞാനൊന്നും പറയുന്നില്ല. കത്തും ലൈവ് ഒരാൾ ഇവിടെ ലൈവിൽ ഇരിക്കുന്നുണ്ട്, അയാളെ കുറിച്ചിട്ട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിപ്പോ താമസിക്കുന്ന അജ്മാലില് താമസിക്കുന്ന അവരുടെ മേലയിൽ താമസിക്കുന്ന ഒരാളായിരുന്നു എന്നും പറഞ്ഞിട്ട് അവരെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് അവരെ തെരഞ്ഞിട്ട് കുറെ കടക്കാർ വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ പറയില്ല. ഓക്കെ അതിൽ കത്തിയിട്ടുണ്ടല്ലോ, പിന്നെ അവൾക്ക് തലച്ചോറും കൊണ്ട് നടക്കാൻ കഴിയില്ല. എനിക്കിടെ ഭാര്യ AK സാദിന്റെ ഭാര്യയുടെ വോയിസ് എന്റെ കയ്യിലുമുണ്ട്. അധികം കളിച്ചാൽ പുറത്ത് വിടാം. ഇനി എന്ത് കളിക്കാനുള്ളത് മേഡ് ബോയ്? ഇനി എന്ത് കളിക്കാനുള്ളത്? ഉണ്ടെങ്കിൽ കേറിയിട്ട് പ്ലേ ചെയ്തോ. ഇനി എന്ത് കളിക്കാനുള്ളത്? ഓൾറെഡി കളിച്ചു. ഓരോരുത്തന്റെ പേരും മറ്റേ കളിക്കാണ്. ഇനി എന്ത് കളിക്കാനുള്ളത്? അത് പ്ലേ ചെയ്ത് കൊടുക്കുള്ളൂ. കേക്കട്ടെ, ആൾക്കാർ കേക്കട്ടെ. ഇതാണ് ക്വാളിറ്റി, അവളെന്താണെന്ന് ഇത് കേക്കട്ടെ. ഓക്കെ കറാമയിലെ മ്യാമന് അയക്കാം. അയച്ചോ ഇപ്പം തന്നെ. എൻ്റെ ഒരു ഇതുണ്ട്. ഓക്കെ ഞാൻ ഷുവൈൻ്റെ ഒരു പ്രിന്റിങ്ങിന്റെ ഒരു ഇതിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ വാട്സപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾ അയക്ക്. ഞാൻ ഇവിടെ പ്ലേ ചെയ്യാലോ. ഞാൻ പ്ലേ ചെയ്ത് കൊടുക്കാം. അതാണ് കയറി പ്ലേ ചെയ്. അതല്ലേ വേണ്ടത്. ഒരാളുടെ ഇത് പിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. മാന്യന്മാരായിട്ട് നടക്കുന്ന ഓരോരാളെ പേര് പറഞ്ഞിട്ട് സമൂഹത്തിന് മുന്നിൽ ഏതെങ്കിലും ഒരാളെ പറഞ്ഞിട്ട് മോശം തരാക്കലല്ല. മാന്യന്മാരെ പറഞ്ഞിട്ട് ലൈവിൽ കയറിയിട്ട് മോശം തരാക്കി വെക്കുക. അതിനെക്കാട്ടും നല്ലേ അവരെന്താണെന്ന് ഇതിൽ കാണിച്ചാ പോരെ. കറാമിലെ മാമന് എനിക്ക് ആരാന്നറിയില്ല. ഓക്കെ കറാമിലെ മാമന് എനിക്കറിയോ ആരാന്നുള്ളത്. അത് അവരെ ഹസ്ബൻഡ് പറഞ്ഞതല്ലേ. ഇന്നാള് കറാമിലെ ഒരു മാമന്റെ പേരാന്ന് രാത്രി 1:30 ഉണ്ടായത്. രാത്രി 1:30 ഉണ്ടായതെന്ന് അവരുടെ സൗണ്ട്. ആ സൗണ്ട് ഞാൻ കേൾപ്പിച്ചരാം. ഓക്കെ ആ മാമന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചരാം. വെയിറ്റ് ആക്ക്. ഏതിലായപ്പോ